നമസ്കാരം. പിണറായിസം എന്ന ഏറ്റവും നിയമവിരുദ്ധമായ, ജനവിരുദ്ധമായ, വർഗീയ പ്രീണനത്തിൽ അധിഷ്ഠിതമായ, ജനാധിപത്യ വിരുദ്ധമായ അശ്ലീല ആശയത്തിൻ്റെ ഏറ്റവും മികച്ച ഉൽപ്പന്നമാണ് നിലമ്പൂർ MLA PV അൻവർ. അൻവറിനെ പോലെ കളങ്കിതനായ ഒരു മുതലാളി, അതും കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു തട്ടിപ്പുകാരൻ, അയാൾ ഇവിടുത്തെ ജനപ്രതിനിധിയായത് പിണറായിസം നിലവിൽ വന്നതുകൊണ്ട്, അല്ലാതെയുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവില്ല. അയാൾ കാശുമായി CPI-കാരുടെ അടുത്ത് ചെന്നപ്പോൾ ഓടിച്ചതാണ്. കോൺഗ്രസ്സുകാർ അവിടെ നിന്ന് പണ്ടേ പുറത്താക്കിയതാണ്. ഒടുവിൽ പിണറായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അൻവർ ജനപ്രതിനിധിയായി. അൻവറിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ പിണറായി സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇഷ്ടങ്ങൾ അതിര് കടന്നതോടെ എന്ത് തോന്നിയാസം, ജനാധിപത്യമില്ലാത്ത ഗുണ്ടാ ഭരണരീതിയിലൂടെ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കുക, മിത്രങ്ങളെയൊക്കെ അങ്ങേത്തലത്തിലേക്ക് ഉയർത്തുക തുടങ്ങിയ കേരളത്തിൽ സാധ്യമല്ലാത്ത ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതോടെ പിണറായിയോട് തെറ്റി പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയ ചിന്താഗതിയുള്ള സംഘടനകളുടെ പിന്തുണ അദ്ദേഹം ഉറപ്പാക്കിയിരുന്നു. ആ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയും പിണറായിയോടുള്ള അതിശക്തമായ ജനവിരുദ്ധ വികാരവും ഒരുമിച്ച് നിന്നപ്പോൾ അൻവറുടെ ആദ്യ യോഗങ്ങളിൽ ആളുകൂടി. ഈ ആൾക്കൂട്ടത്തെ കണ്ട് മതിമറന്ന അൻവർ താനാണ് ഏറ്റവും വലിയ ജനകീയ നേതാവ് എന്ന് തെറ്റിദ്ധരിച്ച് UDF-മായി വിലപേശൽ ഇറങ്ങി. UDF-മായി വിലപേശൽ എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം, പല MLA സ്ഥാനം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ UDF അതിനൊന്നും വഴങ്ങിയില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുകയാണ് ചേലക്കരയിൽ. ചേലക്കരയിലെ ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളായ സുധീർ ആയിരുന്നു അൻവറിൻ്റെ സ്ഥാനാർത്ഥി. SDP-യുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പാക്കി. പക്ഷെ 4000 വോട്ട് പോലും ലഭിച്ചില്ല. എന്ന് മാത്രമല്ല, പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണ്ടതുപോലെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് താൻ പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ മുഴക്കി. പക്ഷെ പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയും ചെയ്തു. ഇതോടെ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന് അൻവർ മനസ്സിലാക്കി. പല രാഷ്ട്രീയ പാർട്ടികളുമായി ചേരാൻ ശ്രമിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തിയുള്ള, എന്നാൽ ദേശീയ തലത്തിലോ കേരളത്തിലോ സ്വാധീനമില്ലാത്ത പാർട്ടിയുടെ കേരള ഘടകം എന്ന നിലയിൽ മുമ്പിൽ വരാനാണ് SP-യോടും BSP-യോടും DMK-യോടും തൃണമൂൽ കോൺഗ്രസിനോടുമൊക്കെ അൻവർ സംസാരിക്കാൻ പോയത്. പക്ഷേ അതൊന്നും ഏശിയില്ല, ഗുണമുണ്ടായില്ല. ലീഗിലും കോൺഗ്രസിലും കയറിപ്പറ്റാൻ ശ്രമിച്ചു, നടന്നില്ല. തൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് കരുതിയ അൻവർ വനാവകാശ നിയമത്തിനെതിരെ രംഗത്ത് വരുന്നു. ഇതൊരു ജനപിന്തുണയുള്ള വിഷയമാണെന്ന് അൻവർക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് പ്രതിപക്ഷം അത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ഇതിനുവേണ്ടി മലയോര പ്രദേശത്തുള്ള ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഒരു ജാഥയ്ക്ക് പദ്ധതിയിടുന്നു. പക്ഷെ ആ ജാഥ ആദ്യ ദിവസം തന്നെ പൊളിഞ്ഞുപോയി. കാരണം ആ പടെ 20-30 പേർ മാത്രമായിരുന്നു ആ ജാഥയിൽ പങ്കെടുത്തത്. അവിടെയാണ് അൻവറിന്റെ വളഞ്ഞ ബുദ്ധി വിജയിച്ചത്. DFO ഓഫീസിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും അങ്ങനെ താൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമെന്നും അൻവർക്ക് ബോധ്യമായി. വനാവകാശ യാത്രയും തുടരണ്ട, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും, UDF-ന് പിന്തുണയും ഉണ്ടാകും. അൻവർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പൊട്ടന്മാരായ ഉപദേശകരുള്ള പിണറായി അൻവറെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ വീണ്ടും നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുത്ത് അൻവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അൻവർ എങ്ങനെയെങ്കിലും UDF-ൽ കയറിപ്പറ്റാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നു. ലീഗിനെ അൻവറെ കൈവിടാൻ മടിയാണ്. ലീഗിൻ്റെ അക്കൗണ്ടിൽ വേണ്ട, കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ മതി എന്നതാണ് ലീഗിൻ്റെ നിലപാട്. കോൺഗ്രസിനോട് എങ്ങനെയെങ്കിലും അൻവറെ കൂടെ ചേർക്കണം എന്ന് ലീഗ് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. VD സതീശൻ അടക്കമുള്ള വകതിരിവുള്ള നേതാക്കൾക്ക് താല്പര്യക്കുറവാണെങ്കിലും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അൻവറെ എടുക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു. അൻവർ ആദ്യം വെച്ചിരുന്നത് തനിക്ക് മാത്രമല്ല തൻ്റെ അനുയായികൾക്കും സീറ്റ് വേണമെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും കോൺഗ്രസ് ഗവനിച്ചിട്ടില്ല. പക്ഷേ അൻവർക്ക് സീറ്റ് കൊടുക്കാം എന്ന നിലപാടിലേക്ക് മാറുന്നു. അൻവറിന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിനെ കുറിച്ച് ചില തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ പട്ടാമ്പി തരാമെന്നാണ്. അൻവർ പറയുന്നത് അത് പറ്റില്ല, തനിക്ക് നിലമ്പൂർ തന്നെ വേണമെന്ന്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തിരുവമ്പാടി തരണം എന്നാണ് അൻവറിന്റെ നിലപാട്. നിലമ്പൂറോ തിരുവമ്പാടിയോ പട്ടാമ്പിയോ എന്നതിനെ ചൊല്ലി ആ പ്രതിസന്ധി തുടരുകയാണ്. പക്ഷേ ഏതാണ്ട് UDF-ൽ എടുത്തതുപോലെയാണ് അൻവറുടെ നീക്കം. അതുകൊണ്ടാണ് ലീഗിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ പാണക്കാട് തങ്ങളെ പോയി കണ്ടു, കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. അവരൊക്കെ ഇപ്പോൾ വലിയ അഭിപ്രായമാണ് അൻവറെ കുറിച്ച് പറയുന്നത്. ലീഗിന്റെ കണക്കുകൂട്ടൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അൻവർ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുമോ എന്ന ഭയം ലീഗിനുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അൻവർ ആരെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് ലീഗിന് ക്ഷീണം ചെയ്യാം. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചെലവിൽ അൻവർ വരട്ടെ എന്ന നിലപാടാണ് ലീഗ് എടുക്കുന്നത്. കോൺഗ്രസിൽ തികഞ്ഞ അതൃപ്തിയുണ്ട് അൻവറെ എടുക്കുന്ന കാര്യത്തിൽ. പക്ഷെ പിണറായി വിരുദ്ധനായി രംഗത്ത് വന്ന അൻവറെ എടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ലോബിയുടെ ആളായി അൻവർ ഏതാണ്ട് UDF പ്രവേശനം ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്നു. വളരെ സങ്കടത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണിത്. അൻവറിനെ പോലൊരാളെ കോൺഗ്രസോ UDF-ഓ സ്വീകരിച്ചാൽ അത് അവർക്കിപ്പോൾ കിട്ടുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ കുറവുണ്ടാക്കുമെന്ന് അവർ തിരിച്ചറിയണം. പിണറായി വിജയനോടും CPM കിരാത ഭരണത്തോടും ജനം വെറുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം പൂർണ്ണമായും അകന്നിരിക്കുന്നു. അവർക്കൊരിക്കലും ഇനി പിണറായിക്കും CPM-നും വോട്ട് ചെയ്യാൻ സാധ്യമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ആരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയാലും UDF ജയിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ അനാവശ്യമായി അൻവറെ പോലൊരു പെടുമാരണത്തെ ചുമക്കേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസും UDFും ആലോചിക്കേണ്ടതുണ്ട്. അൻവർ മറുഭാഗത്ത് നിന്നാൽ ഒന്നും സംഭവിക്കില്ല എന്നതിന് തെളിവാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ്. അതേസമയം അൻവറെ കൂടെ ചേർത്താൽ നിഷ്പക്ഷരായ കുറെ പേർ വോട്ട് ചെയ്യാതെ പോകും. ഈ പക്ഷപാതിത്വമുള്ള മതരാഷ്ട്രീയമുള്ള ആളുകളൊക്കെ ചെയ്തെന്ന് വരാം, പക്ഷേ നിഷ്പക്ഷ സമൂഹത്തിന്റെ പിന്തുണ നഷ്ടപ്പെടും. ഇങ്ങനെ ഒരാളെ കൂടെ ചേർത്ത് കോൺഗ്രസ് എന്തിനാണ് സ്വയം പണി ചോദിച്ചു വാങ്ങുന്നത് എന്ന് ചിന്തിക്കണം. ഇയാൾ എക്കാലത്തും ഒരു തലവേദനയാണ്. ഇയാൾ പിണറായിയോട് പിണങ്ങിയത് എന്തെങ്കിലും ആദർശത്തിന്റെ പുറത്തല്ല. ഇയാളുടെ പിടിവാശികൾ, ഇയാളുടെ തട്ടിപ്പ് കേസുകൾ, ഇയാളുടെ അഴിമതിയൊക്കെ സംരക്ഷിച്ചെങ്കിലും അതിൽ നിന്നും കുറ്റവിമുക്തനാകാൻ കഴിഞ്ഞില്ല. കുറ്റവിമുക്തനാകാതിരുന്നത് പിണറായി സഹായിക്കാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എല്ലാ കുറ്റകൃത്യങ്ങളും എഴുതി തള്ളണം, ഇദ്ദേഹം ലിസ്റ്റ് കൊടുക്കുന്നവരെല്ലാം പിടിച്ചകത്തിടണമെന്നാണ്. ഇദ്ദേഹത്തിനൊരു ശത്രുവുണ്ട്, കൊല്ലംകാരനായ ഒരു മുരുകേഷ്. അദ്ദേഹം മാത്രമാണ് യഥാർത്ഥത്തിൽ PV അൻവറിന്റെ ഏക ശത്രു. ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം അവസരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കാരണം തട്ടിപ്പും കള്ളപ്പണ ഇടപാടുകളും ഒക്കെ നടത്തി അൻവർ ഇങ്ങനെ സുഖമായി മുമ്പോട്ട് പോയപ്പോൾ തടയിട്ടതും വിലക്കിട്ടതും ഒക്കെ ഈ മുരുകേഷാണ്. മുരുകേഷിന്റെ പിതാവിനെ അൻവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു എസ്റ്റേറ്റ് അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. മുരുകേഷ് വിദേശവാസം അവസാനിപ്പിച്ച് ഇവിടെ വന്ന് നല്ല കൃത്യമായി പണി കൊടുത്തു തുടങ്ങിയതോടെ അൻവറിന് ചലിക്കാൻ കഴിയാതായി. കാരണം അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്വേഷിച്ച് അവയ്ക്കെല്ലാം ലോക്കിടാൻ മുരുകേഷിന് കഴിഞ്ഞു. നിയമപരമായും അല്ലാതെയും ഒക്കെ ഒരുപാട് സ്വത്തുക്കൾ വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് അൻവർ. ഇത് മുരുകേഷാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം മുരുകേഷിനെ പിടിച്ച് അകത്തിടണം, മുരുകേഷിനെ വേണമെങ്കിൽ തട്ടിക്കളയണം, ഇതൊക്കെയായിരുന്നു അൻവറിന്റെ ആഗ്രഹങ്ങൾ. അതൊന്നും സാധിച്ചില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളിലൊക്കെ ചില സഹായങ്ങൾ ചെയ്യാമെന്നല്ലാതെ കണ്ണടച്ചുകൊണ്ട് ചെയ്യുക അസാധ്യമാണ് എന്ന് അൻവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരാൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് സ്വയം നിലനിൽപ്പിനെ കേഴുമ്പോൾ എന്തിനാണ് ലീഗും കോൺഗ്രസും ചേർന്ന് അയാൾക്ക് ജീവശ്വാസം കൊടുക്കുന്നത്? തന്നെ അസ്തമിച്ചു കൊണ്ടൊരു പെടുമാരണമാണ്. ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നതല്ലാതെ ആർക്കും ഒരു ഗുണവുമില്ലാത്തൊരു വർഗീയവാദിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റിയുമില്ല. അനേകം പേരുടെ കണ്ണീർ കണ്ട, അനേകം തട്ടിപ്പുകൾക്ക് കുടപിടിച്ച, അനേകം മനുഷ്യരെ വഴിയാധാരമാക്കിയ, അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും തട്ടിപ്പിലുമൊക്കെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരു പാഴ് ജന്മമാണ് വാസ്തവത്തിൽ ഈ PV അൻവർ. ഈ അൻവറിനെ ചുമന്ന് ഉള്ള പിന്തുണ എന്തിനാണ് കോൺഗ്രസ് നശിപ്പിക്കുന്നത് എന്ന് മാത്രം എനിക്ക് പിടികിട്ടിയിട്ടില്ല. കോൺഗ്രസ് ദയവായി ഈ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടരുത്. ഇനി അഥവാ ലീഗിന്റെ സമ്മർദ്ദം സഹിക്കാനാവാതെ എടുക്കുന്നുണ്ടെങ്കിൽ പട്ടാമ്പി പോലുള്ള കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് കൊടുക്കണം. അല്ലാതെ ഉറപ്പായും അടുത്ത തവണ ജയിക്കുന്ന നിലമ്പൂരിലോ തിരുവാമ്പാടിയിലോ ഒന്നും ഇയാൾക്ക് സീറ്റ് കൊടുക്കരുത്. ഇയാളുടെ വിലപേശലിന് വഴി മറ്റാർക്കും സീറ്റ് കൊടുക്കരുത്. ഇയാൾക്ക് സീറ്റ് കൊടുത്താൽ പോലും ഇത്തരം സീറ്റ് കൊടുക്കാവൂ. ഇനി അഥവാ ജയിച്ചാൽ പോലും ഇയാൾ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങും. അതിനൊന്നും വഴങ്ങരുത്. ഇയാളെ കൂടെ കൂട്ടിയാൽ ഇയാൾ ജയിച്ചാലും ഇല്ലെങ്കിലും തലവേദനയാണ്. പച്ചക്കള്ളം മുഖത്ത് നോക്കി പറയുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഇല്ലാത്തത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. നാളെ ഇയാൾ കോൺഗ്രസിനും ലീഗിനും UDFിനും ഒക്കെ എതിരെ രംഗത്ത് വരും. കാരണം അയാൾക്ക് അയാളുടെ സാമ്പത്തിക ലാഭം അല്ലാതെ മറ്റൊന്നുമില്ല. എന്തു നുണയും പറഞ്ഞ് ഏതറ്റം വരെ പോകുന്ന മനുഷ്യൻ. ഈ അടുത്ത കാലത്താൽ പിണറായിയുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു അൻവർ രാജിവെച്ച് UDFിലേക്ക് പോകാൻ ആലോചിക്കുന്നു. അന്ന് എൻ്റെ തന്തയല്ല നിന്റെ തന്ത എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ച ആളാണ്. ഇന്നിപ്പോൾ UDFിന്റെ പിറകെ നടക്കുക. അന്ന് അയാളുടെ പോസ്റ്റ് എങ്ങനെയാണ്? അൻവർ രാജിവെക്കും, സർക്കാർ കുഴപ്പത്തിലാകും, അൻവർ ലീഗിലേക്ക് എന്നാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന. മറുനാടൻ മലയാളി, എടോ യെല്ലോ യൂട്യൂബറെ, ഈ പാർട്ടിക്ക് വേണ്ടി 600-ൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഈ നാട്ടിലെ സാധാരണക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിന്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത്. ഞാൻ ഇന്ന് പിന്തുടരുന്നതും അതേ പാതയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം. അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും PV അൻവറിന് പുല്ലാണ്. യെല്ലോ യൂട്യൂബറെ രാജിവെക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത. ഇതാണ് അയാളെന്ന് എഴുതിയത്. അന്ന് മറുനാടൻ എഴുതിയ വാർത്ത ശരിയാണെന്ന് പിന്നീട് കാലം തെളിയിച്ചു. പക്ഷെ അന്ന് അയാൾ പറഞ്ഞു ഞങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ലാന്ന്. ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ ഓരോ ദിവസം എണീക്കുമ്പോൾ അയാൾ സ്വന്തം തന്തയെ തേടുന്നൊരു മനുഷ്യനെ മാറുകയാണ്. ആരാണെന്ന് അറിയാത്ത, അതുകൊണ്ടാണല്ലോ നിന്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന് പറയും. ഇത്തരത്തിൽ സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് തന്നെ ധാരണയില്ലാത്ത ഒരു പെടുമാരണത്തെ ചുമക്കുന്ന കോൺഗ്രസും ലീഗും UDF ഒക്കെ നാറും എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്.